എടാ ധർമ്മ, നീ അത് കണ്ടില്ലേ? കംപ്ലീറ്റ് കളേഴ്സ് അല്ലേ? കണ്ടിട്ട് എന്താ കാര്യം, നമ്മൾ ഈ ലഡാക്ക് കോലത്തിലായി പോയില്ലേ? എനിക്ക് അതിൽ ഒരെണ്ണത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടായി. നിനക്കതിൽ ഒരു പീസല്ലേ ഇഷ്ടമായുള്ളൂ? എനിക്ക് ഇതിനകത്തുള്ള സകല പീസിനെ ഇഷ്ടമായി. പക്ഷെ ഈ മുടിഞ്ഞ മോന്തം വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ള കയറി പ്രേമിക്കാൻ. എടാ, അതിന് ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. അവസാനം നമ്മൾ പെരുവഴി ആവല്ലേ? നീ പെരുവഴിയിലായാലും ഞാനാവില്ല. ചെല്ല് ചെല്ല് ചെല്ല്. ഈ പിറ്റേ മറന്നേനെ. എന്താ വലിയ തമാശയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ? എനിക്കൂടി കേൾക്കാമോ? അങ്കിളിന് കേൾക്കാൻ പറ്റിയ കാര്യമൊന്നും അല്ലത്. വേണ്ടല്ലോ, നിങ്ങൾ കൂടി കേൾക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം. എന്താ അങ്കിളെ? മീരാതല്ലേ പേര്? അതെ. സുന്ദരിയാട്ടോ. എനിക്ക് വലിയ ഇഷ്ടമായി. ഈ അങ്കിൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? കല്യാണ കാര്യം. ഈ ക്യാമ്പിന് പുറത്തിറങ്ങിയാലുടൻ മീരയുമായിട്ടുള്ള കല്യാണം ഉടനങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. നോൺസെൻസ്. വയസ്സിലായിട്ട് പോകത്തിന് പറയുന്നു. ചൂടാവണ്ട. എനിക്ക് കല്യാണം കഴിക്കാനല്ല, എന്റെ മോന് വേണ്ടിട്ടാ. അങ്കിളിന്റെ മോൻ എവിടാ? നാട്ടിലാ. മെഡിസിന് പഠിച്ചോണ്ടിരിക്കുക അവൻ. ഈ വർഷം കഴിയുമ്പോ ഡോക്ടറാവും. സുന്ദരനാ കാണാൻ. എങ്കിലൊന്ന് വരാൻ പറയൂ, കാണാനോ? വരും വരും, അതിന് വഴിയുണ്ട്. അതിനു മുമ്പ് ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കോളൂ. അവന്റെ എവിടെ നോക്കൂ? നല്ല രസമുണ്ടല്ലോ കാണാതിരിക്കുന്നല്ലേ? ഹായ്, കൊള്ളാലോ. നോക്കിക്കേ. പൂടി. എന്താ ഇഷ്ടായോ? അവൾക്ക് ഇഷ്ടായി അല്ലേടി? കുട്ടി ഒന്ന് വന്നേ. എന്റെ മരുമോളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ലടി. നിന്റെ ഫാദറിലെ ആവുന്ന ആളല്ലടി. ചെല്ലടി. കുട്ടിയെ പോലൊരു പെൺകുട്ടിയെ എന്റെ ഭാര്യയായി കിട്ടിയ, അല്ല മരുമോളായി കിട്ടിയ ഞാൻ ഭാഗ്യവാനാ. വലിയ വീട്ടിലേക്ക് മരുമകളായി ചെല്ലുക എന്ന് പറഞ്ഞ എനിക്കല്ലേ ഭാഗ്യം? എങ്ങനെയുണ്ട് മിസ്റ്റർ ഡാനിയൽ, എന്റെ ഭാവി മരുമകൾ? സുന്ദരിയല്ലേ? നിനക്ക് രാജയോഗമാണടാ. നിനക്ക് വൃദ്ധയോഗം. വാ മോളെ, എന്റെ മോന്റെ ഹിസ്റ്ററി പറഞ്ഞു തരാം. മിസ്റ്റർ ഡാനിയൽ. എന്തോ? വരൂ ഡാനിയൽ. അതെ, കല്യാണം കഴിക്കണമെങ്കിൽ നമ്മുടെ സുന്ദരേശ്വരെ പോലെ വേണം. ഒന്നല്ല രണ്ടല്ല മൂന്നല്ലേ കെട്ടിയിരിക്കുന്നത്. ഈ മൂന്നെണ്ണത്തിനല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. കലഹനന്ദയിൽ 6 വർഷം പോലെയല്ലേ എനിക്ക് ഭാര്യമാര്. ഓൾ ഓവർ ദി വേൾഡ്, വൈറ്റ്സ് ആൻഡ് കുട്ടി. ഭാഗ്യവാനേ, ഇതിനൊക്കെ എങ്ങനെ ചെലവിന് കൊടുക്കും? രാജസ്ഥാൻ മരുഭൂമിയിലും എവറസ്റ്റ് കൊടുമുടിയിലും ആളുകളെ പോലെ വളരുന്ന ആടുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഡ്രാഫ്റ്റ് അയക്കുന്ന നിങ്ങളെ പോലുള്ളവരുള്ളപ്പോ ഈ സുന്ദരേശന്റെ കഷ്ടപ്പെടുന്നത്. ഞങ്ങൾ ഓപ്പൺ ആയിട്ട് മോഷ്ടിക്കുമ്പോ ഇയാള് കൂപ്പൺ അടിച്ച് മോഷ്ടിക്കുന്നു. മോഷണോ? ആര് മോഷ്ടിച്ചു? എന്താ മോഷ്ടിച്ചേ? മിസ്റ്റർ ഡാനിയൽ പറഞ്ഞത് സ്ത്രീകളുടെ മനസ്സ് മോഷ്ടിക്കുന്ന കാര്യമാണ്. ഹാർട്ട് പിന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മലനിവാസികളുടെ നഗ്ന നൃത്തം കണ്ടിട്ടുണ്ടോ? ഇവിടെ അടുത്ത ഇത്തവണ അത് കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എപ്പോഴാത്? പൗർണമിയുടെ അന്ന് രാത്രി 12 മണിക്കാ നൃത്തം നടക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പൗർണമി ഉണ്ടോ? ഉണ്ടല്ലോ, പക്ഷേ അന്ന് രാത്രി ആരറിയാതെ നമ്മൾ വെളിയിലാണ്. അയ്യോ, ആ വാച്ച്മാൻ വിടില്ലല്ലോ. വാച്ച്മാന്റെ എസ്കോട്ടോട് കൂടിയാണല്ലോ സ്വാമി നഗ്നനൃത്തം കാണാൻ പോകുന്നത്. മധുരയാണല്ലോ സ്വാമി, മധുര. എനിക്ക് പനി ഉണ്ടോ എന്നൊന്ന് നോക്കൂ. പനി. അതെ. ഹവായോ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അച്ഛൻ വന്നിട്ടുണ്ട്. എവിടെ? ഹാളിലിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മോളെ ഇരിക്കെ. അച്ഛൻ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. മോക്ക് സുഖാണോ? പരമസുഖം. അച്ഛനിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കോ? എനിക്കെന്റെ മണിക്കൂട്ടനില്ലേ? അവന് സുഖാണോ? പിന്നെന്താ അവന് സുഖത്തിനൊരു കുറവ്? കാര്യം കുതിരയാണെങ്കിലും സ്വന്തം മോനെ പോലെയല്ലേ നോക്കണത്. ഇവിടെ ജോലിയൊക്കെ നല്ല രസാ. കൊറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും. ഏതായാലും നിനക്കൊരു ജോലി കിട്ടിയല്ലോ, അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ, പിന്നെ വരാം. ശരി അച്ഛാ.
എന്താ തമ്പുരാട്ടി? ഇപ്പൊ വന്നിട്ട് പോയത് അച്ഛൻ. അച്ഛൻ പിറന്നു വന്നു തൊട്ട് സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ആളെ അച്ഛനെന്നല്ലേ വിളിക്കേണ്ടത്? അപ്പോ വളർത്തച്ഛനാ. പക്ഷേ എനിക്ക് അച്ഛൻ തന്നെയാ. അമ്മ, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കാണത്. എന്നെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണുകയാണെങ്കിൽ മുഖത്ത് കാർക്കിച്ചു തുപ്പും ഞാൻ. ക്ഷേമേ? അതെ മേഡം. കോവിലകത്തിന്റെ മാനം കാക്കാൻ എനിക്കൊന്ന് വലിച്ചെറിഞ്ഞില്ലേ? അവര് ദുഷ്ടയാ, ദുഷ്ട. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. വിഷമം കൊണ്ടാ. ഐ എം സോറി. ഇന്ന് ഞാൻ അവളെ തിരിച്ചറിഞ്ഞു. വർഷങ്ങളായി ഞാൻ അന്വേഷിക്കുന്ന എന്റെ മോളെ, ജന്മം നൽകിയിട്ടും ഒരിക്കൽ പോലും കാണാൻ പറ്റാതിരുന്ന എന്റെ മോളെ. എന്നിട്ടും അവൾ എനിക്ക് അന്യയാകുന്നു. അമ്മയെ വെറുക്കുന്ന അവളോട് ഞാൻ എങ്ങനെയാ അമ്മയാണെന്ന് പറയാ? എന്താ എനിക്ക് സങ്കടം. ഇത് വലിയ ശല്യമായല്ലോ. എന്തിനാ സങ്കടമാവുന്നേ? എന്റെ അമ്മ ചെറുപ്പത്തിൽ എന്നെ താരാട്ടുപാടി ഉറക്കുമായിരുന്നു. അമ്മ പോയി. എവിടെ പോയി? ചത്തുപോയുടെ പട്ടി. വെറുതെ അല്ല അവര് നേരത്തെ പോയത്. എല്ലാം എടുക്കണേ, ഞാനോ? എടുക്കണേ, എല്ലാം കത്തി എടുക്കണേ. വേണ്ടാവേ, അതിനു മുമ്പ് ഞാൻ ഈ വട്ടനെ എടുത്തോളാവേ. എടുത്തോളാം. ആ കറിക്കണം. എനിക്ക് താരാട്ടുപാട്ട് കേൾക്കണം. ഓമാന തിങ്കൾ കിടാവോ പാര അല്ല പാരിൽ പാടി ഞാൻ നിന്നെ ഉറക്കാം. ഭഗവാനെ, ഇതൊരു കുരിശായല്ലോ. ആരും പോകണ്ട, ഞാൻ തന്നെ പോയിക്കോളാ. ഊതിക്കോ, ഊതിക്കോ. കബഡി, 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 കബഡി. പിടി, 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 എന്തായി ഫൽഗുനൻ സാറേ? ഞാൻ വിടൂല, ഞാൻ വിടൂല. ഒന്നുകളെയും